പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും കൃപാസനം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തെ സംബന്ധിക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്നറിയാമോ? എന്തിനാണ് കൃപാസനത്തിൽ തന്നെ പോകുന്നത്? നമ്മുടെ ഇടവക ദേവാലയങ്ങളിലും മാതാവുണ്ടല്ലോ, അവിടെ പ്രാർത്ഥിച്ചാൽ പോരെ എന്നാണ് ചിലരുടെ ചോദ്യം. തീർച്ചയായും എവിടെ പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള അത്രയും പെട്ടെന്ന് നമ്മുടെ നിയോഗങ്ങൾ നടക്കില്ല. കാലതാമസം ഉണ്ടാവും. കൃപാസനം മരിയൻ ഉടമ്പടി നിബന്ധനകൾ നിർബന്ധമായും പാലിച്ചാൽ നമ്മുടെ നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് മാതാവ് തൻ്റെ തിരുക്കുമാരൻ വഴി നടത്തിത്തരും. മറ്റു പ്രാർത്ഥനകളേക്കാൾ മരിയൻ ഉടമ്പടി നമ്മെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുന്നു. സമയത്തിന്മേൽ അധികാരമുള്ള അമ്മയാണ് കൃപാസനത്തിലെ അമ്മ. 2004 ഡിസംബർ 7 കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട രൂപത്തിൽ നെഞ്ചത്ത് സമയഘടികാരം ചാർത്തിയാണ് അമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ് വെച്ചുള്ള പ്രാർത്ഥന ഇവിടെ വളരെയധികം ഫലപ്രദമാണ്. പറയുന്ന ഡേറ്റിനുള്ളിൽ, പറയുന്ന സമയത്തിനുള്ളിൽ പോലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നിരവധി സാക്ഷ്യങ്ങളാണ് കൃപാസനത്തിൽ എന്നും കേൾക്കാൻ സാധിക്കുന്നത്. കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ചെയ്യേണ്ട കാരുണ്യ പ്രവൃത്തികൾ ഏതൊക്കെയാണ്? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കാം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാം, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക, അവശരെ സഹായിക്കുക, അറിവില്ലാത്തവരെ പഠിപ്പിക്കുക, സംശയമുള്ളവരുടെ സംശയം തീർത്തു കൊടുക്കുക, അറിവുള്ള കാര്യങ്ങളിലാണെങ്കിൽ ദുഃഖിതരെ ആശ്വസിപ്പിക്കുക, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്, ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുക, മരിച്ചവരെ അടക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം കാരുണ്യ പ്രവൃത്തികൾ. 14 കാരുണ്യ പ്രവൃത്തികളാണ് പരാമർശിക്കുന്ന. ഈ 14 കാരുണ്യ പ്രവൃത്തികൾക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. വിശുദ്ധ ബൈബിളിൽ മത്തായി 22:37 മുതൽ 40 വരെയുള്ള ഭാഗത്തിൽ പറയുന്നു. അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. മരിയൻ ഉടമ്പടി, കൃപാസനം മരിയൻ ഉടമ്പടിയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? 2 തരം നിബന്ധനകളാണുള്ളത്. ദൈവവുമായിട്ടുള്ളത്. എന്തൊക്കെയാണ് ദൈവവുമായിട്ടുള്ള നിബന്ധന? എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുക, മുടങ്ങാതെയുള്ള ദിവ്യബലിയിലെ പങ്കാളിത്തം, 15 ദിവസം കൂടുമ്പോഴുള്ള കുമ്പസാരം, വചനങ്ങൾ സാക്ഷ്യങ്ങളും ഉൾക്കൊണ്ട പത്രവിതരണം, ആഴ്ചയിലെ ഉപവാസവും ഉടമ്പടി ധ്യാനത്തിലെ പങ്കാളിത്തവും. ഇവയൊക്കെയാണ് ദൈവവുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത്. ഇനി നമ്മുടെ സഹോദരരുമായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട കുറച്ച് നിബന്ധനകൾ എന്തൊക്കെയാണ്? ആഴ്ചയിലെ കാരുണ്യ പ്രവർത്തികൾ. ഏത് രീതിയിലും മറ്റുള്ളവരെ നമ്മൾക്ക് സഹായിക്കാവുന്നതാണ്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാവുന്നതാണ്. ആരോടും വെറുപ്പില്ലാതെ ജീവിക്കുക. പലരോടും പിണക്കങ്ങളും വഴക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക. അനാഥരെയും രോഗികളെയും വൃദ്ധരെയും സഹായിക്കുക. അത് ഏത് രീതിയിലായാലും ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ ഉടമ്പടി നിബന്ധനകൾക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. കൃപാസന ഉടമ്പടി എടുത്ത വ്യക്തികൾ ഒരു പാവപ്പെട്ട രോഗിയെ കണ്ടാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൃദ്ധരുടെ കാര്യത്തിലും സഹായങ്ങൾ, ചെറിയ ചെറിയ സഹായങ്ങൾ പോലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. മരിയൻ ഉടമ്പടിയുടെ മറ്റ് നിബന്ധനകൾ എന്തൊക്കെയാണ്? മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് കൃപാസനം ഉടമ്പടി എടുത്ത വ്യക്തികൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. ഗലാത്യർ 5:19 പ്രകാരം ആത്മാവിന് വിരുദ്ധമായ ജഡിക പാപങ്ങളായ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും സദൃശ്യമായ മറ്റു പ്രവൃത്തികളും ഉപേക്ഷിക്കേണ്ടതാണ്. വേദനിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുക. ആരോടെങ്കിലും ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ അതിനെ സ്നേഹമാക്കി അവരുമായി സഹകരിക്കുക. നമ്മൾ വിട്ടുകൊടുത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. തിന്മയും പരദൂഷണം സംസാരിക്കുന്നതിൽ നിന്ന് നാവിനെ പൂർണ്ണമായും നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം പ്രാർത്ഥനാപൂർവം ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അരമണിക്കൂറെങ്കിലും ദൈവവചനം വായിക്കുക.
മത്തായി 25:35 മുതലുള്ള തിരുവചനങ്ങൾ പ്രകാരം ഓരോ ആഴ്ചവട്ടങ്ങളിൽ കാരുണ്യ പ്രവൃത്തികൾ യേശുനാമ മഹത്വത്തിനായി പ്രവർത്തിക്കണം. ഇത്രയും നിബന്ധനകളാണ് മരിയൻ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട നിബന്ധനകളിനകത്ത് വരുന്നത്. കൃപാസനം തെറ്റിദ്ധാരണകൾ വീണ്ടുമുണ്ട്. പരിശുദ്ധ മാതാവുമായിട്ടാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത്. അത് സത്യത്തിൽ യേശുവാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു തരുന്നത്. സർവേശ്വരനായ തമ്പുരാൻ തന്നെയാണ് എല്ലാത്തിനും അധിപനായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ വലതുഭാഗത്ത് ഇരിക്കുന്ന തമ്പുരാൻ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ തമ്പുരാനോടാണ് പറയുക. പക്ഷേ മരിയൻ ഉടമ്പടി എന്ന പേരിൽ നമ്മൾ ചെയ്യുന്നത് മാതാവിനോട് നമ്മുടെ മധ്യസ്ഥയ്ക്കായി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ യേശു ക്രിസ്തുവുമായിട്ടാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പരിശുദ്ധ മാതാവ് തൻ്റെ തിരുക്കുമാരനോട് നമ്മുടെ നിയോഗങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ സ്വന്തം അമ്മയുടെ അപേക്ഷ ഒരിക്കലും ഈശോയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സംഭവം തന്നെ നമുക്ക് അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. കൃപാസനത്തിൽ നടന്ന എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് നമ്മുടെ ഈശോ തമ്പുരാൻ തന്നെയാണ് കേട്ടോ. പരിശുദ്ധ മാതാവ് എല്ലാവരുടെയും അമ്മയാണ്, സ്വന്തം അമ്മ. നമുക്കെല്ലാം യേശുവിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന നമ്മുടെ സ്വന്തം അമ്മയാണ് കൃപാസനം മാതാവ്. വഴിയാണ് നമ്മൾ യേശുവിലേക്ക് എത്തുന്നത്. വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കൃപാസനം മാതാവിനോടും തിരുക്കുമാരനോടും നിങ്ങളുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നിറവേറ്റി തരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുക്കുവാനും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാറാകട്ടെ.